നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിൽ രാഷ്ട്രീയപരമായി ഒരു വലിയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് ചന്നപട്ടണ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ DK ശിവകുമാർ മത്സരിക്കും എന്ന് വലിയ തോതിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരൻ DK സുരേഷിന് വേണ്ടി കനകപുര ഒഴിഞ്ഞുകൊടുത്ത് DK ശിവകുമാർ ചന്നപട്ടണ തിരഞ്ഞെടുക്കും എന്നാണ് വലിയ തോതിൽ ചർച്ചകളാവുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കുമാരസ്വാമി ഇതിനോടകം തന്നെ മാണ്ഡ്യ ലോക്സഭയിൽ നിന്നും വിജയിക്കുകയും അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദി ക്യാബിനറ്റിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയുമാണ്. JDSനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരു അവസരമായി തന്നെയാണ് കണക്കാക്കുന്നത്. എല്ലാ രീതിയിലും തകർന്ന് നാണം കെട്ട് കുത്തുവാളയെടുത്തിരിക്കുന്ന സമയത്ത് JDSന് ഇങ്ങനൊരു ഓഫർ BJP നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും കുമാരസ്വാമി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പ് അടക്കമുള്ള വിഷയങ്ങൾ തീ പിടിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റും കത്തിജ്വലിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ JDS അതിൽ വെണ്ണീറാകും എന്ന് അദ്ദേഹം കരുതി. എന്നാൽ താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അതും നഷ്ടമാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം കുമാരസ്വാമിയെ വല്ലാതെ വേട്ടയാടുകയാണ്. ചന്നപട്ടണയിലേക്ക് തിരികെ പോകാൻ കുമാരസ്വാമി നിർബന്ധിതനാവുന്ന രാഷ്ട്രീയ സാഹചര്യം. കാരണം JDSനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുമായി സഖ്യം എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല. കർണാടകയുടെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും പിഴുതെറിയപ്പെട്ട പാർട്ടിയാണ് JDS. കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമാവുകയാണ് ചെയ്തത്. നമുക്കറിയാം, മൈസൂർ മാണ്ഡ്യ പ്രവിശ്യകളിൽ മാത്രമാണ് JDSന് അംഗസംഖ്യ ഉള്ളത്. അവിടങ്ങളിൽ പോലും കോൺഗ്രസ്സിന് സമാനതകളില്ലാത്ത ലീഡ് DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും JDSനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിനിടയിലാണ് പ്രജ്വൽ രേവണ്ണയുടെ വിഷയവും അതുപോലെ രേവണ്ണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിശക്തമായി JDSനെ വേട്ടയാടുകയും വരിഞ്ഞു മുറുകയും ചെയ്തത്. ഇതിനിടയിൽ അതിശക്തമായ ആരോപണവുമായി ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും വന്നിരിക്കുകയാണ്. JDSനെ വിജയിപ്പിക്കുകയും JDSനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിൽ കൊടുക്കുന്ന മെസ്സേജ് വളരെ തെറ്റായിരിക്കുമെന്ന പ്രചരണവുമായി കോൺഗ്രസ് നീങ്ങുമ്പോൾ BJP JDSുമായിട്ടുള്ള ബാന്ധവം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കർണാടകയുടെ രാഷ്ട്രീയ മണ്ണിൽ BJPക്ക് താൽക്കാലികമായി വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും JDSുമായിട്ടുള്ള ബന്ധം അവർക്ക് ഗുണമല്ല, ദോഷം ആണ് എന്നുള്ളത് അവർ തന്നെ നടത്തിയ സർവേയിൽ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കുമാരസ്വാമിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയതിൽ BJP നേതൃത്വത്തിനിടയിലും NDA പാർലമെൻ്ററി യോഗത്തിലും കണ്ണുകടി അധികമാണ്. 2 MPമാർ മാത്രമുള്ള കുമാരസ്വാമിക്ക് വലിയ വകുപ്പ് എടുത്തു വെച്ച് കൊടുക്കുക, അതായത് ഉരുക്ക് പോലുള്ള വകുപ്പുകൾ എടുത്തു വെച്ച് കൊടുക്കുക നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് JDUവിൻ്റെയും TDPയുടെയും അഭിപ്രായം അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ JDSൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.